नमस्कार। पश्चिम बंगाल के आदरणीय मुख्यमंत्री सुश्री ममता जी, ബഹുമാനപ്പെട്ട പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ശ്രീമതി മമതാജി, കേന്ദ്രമന്ത്രിസഭയിലെ എന്റെ സഹപ്രവർത്തകരായ മൻസുഖ് മാണ്ഡവ്യജി, സുഭാഷ് സർക്കാർജി, ശന്തനു താക്കൂർജി, ജോൺ ബർലാജി, നിതീഷ് പ്രമാണിക് ജി, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിജി, CNCI കൊൽക്കത്തയുടെ ഭരണസമിതി അംഗങ്ങൾ, ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കഠിനാധ്വാനികളായ സഹപ്രവർത്തകരും മറ്റു വിശിഷ്ട വ്യക്തികളും, देवी और सज्जनों, देश के हर नागरिक तक രാജ്യത്തെ ഓരോ പൗരനും ഗുണമേന്മയുള്ള ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ദേശീയ തലത്തിലെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുന്നതിനിടയിൽ ഇന്ന് നാം മറ്റൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു. ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ രണ്ടാമത്തെ ക്യാമ്പസ് പശ്ചിമബംഗാളിലെ നിരവധി പൗരന്മാർക്ക് വലിയ സൗകര്യങ്ങൾ നൽകുന്നു. ക്യാൻസറുമായി മല്ലിടുന്ന ദരിദ്രരും ഇടത്തരക്കാരുമായ കുടുംബങ്ങൾക്ക് ഇത് വളരെയധികം ആശ്വാസം നൽകും. കൊൽക്കത്തയിലെ ഈ ആധുനിക ആശുപത്രി കാരണം ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയും ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട തെറാപ്പിയും ഇപ്പോൾ കൂടുതൽ പ്രാപ്യമായി മാറുന്നു. कैंसर से जुड़ा इलाज, इससे जुड़ी सर्जरी और थेरेपी अब कोलकाता के इस आधुनिक अस्पताल की वजह से भी और सुलभ हो जाएगी। साथियों, आज ही देश ने ഇന്ന് രാജ്യം മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. 15-നും 18-നുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയാണ് രാജ്യം ഈ വർഷം ആരംഭിച്ചത്. അതേസമയം വർഷത്തിന്റെ ആദ്യ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ 150 കോടി 1.5 ബില്യൺ വാക്സിൻ ഡോസുകൾ എന്ന ചരിത്ര നാഴികക്കല്ലും ഇന്ത്യ കൈവരിക്കുകയാണ്. 150 കോടി വാക്സിൻ ഡോസുകൾ, അതും ഒരു വർഷത്തിനുള്ളിൽ. കണക്കുകൾ പ്രകാരം ഇത് വളരെ വലിയ സംഖ്യയാണ്. ലോകത്തിന്റെ ഒട്ടുമിക്ക വൻകിട രാജ്യങ്ങൾക്ക് പോലും ഇത് അത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നല്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് 130 കോടി രാജ്യക്കാരുടെ ശക്തിയുടെ പ്രതീകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായത് സാധ്യമാക്കാൻ എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു പുതിയ ഇച്ഛാശക്തിയുടെ പ്രതീകമാണിത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ്, അത് സ്വാശ്രയത്വത്തിന്റെ പ്രതീകമാണ്, അത് ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. ഇന്നത്തെ ഈ അവസരത്തിൽ എല്ലാ രാജ്യക്കാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. एक नई इच्छा शक्ति का प्रतीक है जो असंभव को संभव करने के लिए कुछ भी कर गुजरने का हौसला रखती है. भारत के लिए ये प्रतीक है आत्मविश्वास का, ये प्रतीक है आत्मनिर्भरता का, ये प्रतीक है आत्मगौरव का. मैं आज इस अवसर पर सभी देशवासियों को बधाई देता हूं. साथियों, कोरोना के खिलाफ लड़ाई में അപകടകാരിയായി രൂപമാറ്റം സംഭവിക്കുന്ന കൊറോണ വൈറസ് പോലെ തന്നെ മഹത്വപൂർണമായ ഒന്നാണ് കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ നമ്മുടെ ഈ വാക്സിനേഷൻ പരിപാടി. ഇന്ന് ലോകം വീണ്ടും കൊറോണയുടെ പുതിയ ഒമൈക്രോൺ വകഭേദത്തെ അഭിമുഖീകരിക്കുകയാണ്. ഈ പുതിയ വേരിയന്റ് കാരണം നമ്മുടെ രാജ്യത്തും കേസുകൾ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതിനാൽ 150 കോടി വാക്സിൻ ഡോസുകളുടെ ഈ കവചം നമുക്ക് വളരെ പ്രധാനമാണ്. ഇന്ന് ഇന്ത്യയിലെ മുതിർന്ന ജനസംഖ്യയുടെ 90%-ലധികം പേർക്കും ഒരു ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ 1.5 കോടിയിലധികം കുട്ടികൾക്ക് വാക്സിൻ ഡോസ് നൽകി. ഈ നേട്ടം മുഴുവൻ രാജ്യത്തിനും എല്ലാ സർക്കാരിനും അവകാശപ്പെട്ടതാണ്. ഈ നേട്ടത്തിന് രാജ്യത്തെ ശാസ്ത്രജ്ഞർ,
വാക്സിൻ നിർമ്മാതാക്കൾ, ആരോഗ്യമേഖലയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകർ എന്നിവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. 0 നിന്നും ആരംഭിച്ച അതിന്റെ കൊടുമുടിയിൽ എത്തിക്കാനിടയാക്കി ഈ ദൃഢനിശ്ചയം രാജ്യം എടുത്തത് എല്ലാവരുടെയും പരിശ്രമം കൊണ്ടാണ്. ये उपलब्धि पूरे देश की है, हर सरकार की है. मैं विशेष रूप से इस उपलब्धि के लिए देश के वैज्ञानिकों का, वैक्सीन मैन्युफैक्चरर्स का, हमारे हेल्थ सेक्टर से जुड़े साथियों का बहुत बहुत धन्यवाद करता हूं. सबके प्रयासों से ही देश ने उस संकल्प को शिखर तक पहुंचाया है जिसकी शुरुआत हमने 0 से की थी. साथियों, 100 വർഷത്തെ ഏറ്റവും വലിയ മഹാമാരിക്കെതിരായ ഈ പോരാട്ടത്തിൽ എല്ലാവരുടെയും ഈ ആത്മവീര്യം രാജ്യത്തിന് ശക്തി പകരുന്നു. കോവിഡിനെതിരെ പോരാടുന്നതിന് അടിസ്ഥാനപരവും നിർണായകവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത് മുതൽ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും വേഗതയേറിയ സൗജന്യ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ വരെ ഈ ശക്തി ഇന്നെല്ലായിടത്തും ദൃശ്യമാണ്. सबसे तेज मुफ्त टीकाकरण अभियान तक ये ताकत आज हर तरफ दिख रही है. इतनी भौगोलिक, आर्थिक और सामाजिक विविधताओं वाले हमारे देश में ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവും സാമൂഹികവുമായ നിരവധി വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പരിശോധന മുതൽ വാക്സിനേഷൻ വരെ ഇത്രയും വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിന്റെ വേഗത ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. साथियों, अंधेरा जितना घना होता है, प्रकाश का महत्व उतना ही ज्यादा होता है. चुनौतियां जितनी बड़ी होती हैं, हौसला उतना ही महत्वपूर्ण हो जाता है. और लड़ाई जितनी कठिन हो, अस्त्र शस्त्र उतने ही जरूरी हो जाते हैं. ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്തോറും വെളിച്ചത്തിന്റെ പ്രാധാന്യവും കൂടും. വെല്ലുവിളികൾ വലുതാകുന്തോറും ധൈര്യം പ്രാധാന്യമർഹിക്കുന്നു. യുദ്ധം കൂടുതൽ ബുദ്ധിമുട്ടാകുന്തോറും ആയുധങ്ങൾ കൂടുതൽ ആവശ്യമാണ്. ഇതുവരെ 11 കോടി ഡോസ് കൊറോണ വാക്സിൻ സർക്കാർ പശ്ചിമബംഗാളിന് സൗജന്യമായി നൽകിയിട്ടുണ്ട്. 1500-ലധികം വെന്റിലേറ്ററുകളും 9000-ലധികം പുതിയ ഓക്സിജൻ സിലിണ്ടറുകളും ബംഗാളിന് നൽകിയിട്ടുണ്ട്. 49 പുതിയ PSA ഓക്സിജൻ പ്ലാന്റുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ പശ്ചിമബംഗാളിലെ ജനങ്ങളെ ഇത് സഹായിക്കും. ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യാമ്പസിലെ ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിന്റെയും മഹർഷി സുശ്രുതിയുടെയും പ്രതിമകൾ നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. ദേശബന്ധുജി പറയാറുണ്ടായിരുന്നു, ഈ രാജ്യത്തിനു വേണ്ടി ജീവിക്കാൻ, അതിനായി പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് തനിക്ക് വീണ്ടും വീണ്ടും ജനിക്കണമെന്ന്. ആരോഗ്യരംഗത്തെ പുരാതന ഭാരതീയജ്ഞാനത്തിന്റെ പ്രതിഫലനമാണ് മഹർഷി സുശ്രുതൻ. അത്തരം പ്രചോദനങ്ങൾ കാരണം വർഷങ്ങളായി രാജ്യക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ പരിഹാരങ്ങൾക്കായി സമഗ്രമായ പരിഹാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സബ്കാ പ്രയാസ് എന്ന മനോഭാവത്തോടെ ഇന്ന് രാജ്യത്തിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംയോജനം, ആരോഗ്യ ആസൂത്രണം എന്നിവ ദേശീയ തീരുമാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്നു. ഇന്ന് ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനും ഭാവി സുരക്ഷിതമാക്കാനും ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. രോഗങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. രോഗം വന്നാൽ ചികിത്സ ചെലവ് കുറഞ്ഞതും പ്രാപ്യവുമാക്കുക എന്നതിലാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ശ്രദ്ധ. അതേസമയം ഡോക്ടർമാരുടെയും മെഡിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ശേഷി വിപുലീകരിച്ച് ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. उनसे निपटने के साथ साथ भविष्य को सुरक्षित बनाने के लिए भी निरंतर काम में जुटे हैं. वो वजह है जो बीमारियों का कारण बनती हैं,
उन्हें दूर करने का प्रयास हो रहा है। बीमार होने की स्थिति में इलाज सस्ता और सुलभ हो, इस पर हमारी सरकार का ध्यान है। और उसके साथ ही डॉक्टर और मेडिकल इंफ्रा की कैपेसिटी का विस्तार करके स्वास्थ्य सेवाओं को बेहतर बनाया जा रहा है। साथियों, इसलिए അതിനാൽ രാജ്യത്തിന്റെ ആരോഗ്യമേഖലയെ മാറ്റിമറിക്കാൻ രാജ്യം ഇന്ന് പ്രിവന്റീവ് ഹെൽത്ത്, അഫോർഡബിൾ ഹെൽത്ത് കെയർ, സപ്ലൈ സൈഡ് ഇടപെടൽ, മിഷൻ മോഡ് ക്യാമ്പയിനുകൾ എന്നിവയ്ക്ക് കൂടുതൽ വേഗത നൽകുന്നു. യോഗ, ആയുർവേദം, ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെ പ്രിവന്റീവ് ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ, ഹർ ഘർ ജൽ തുടങ്ങിയ ദേശീയ പദ്ധതികൾ ഗ്രാമങ്ങളെയും പാവപ്പെട്ട കുടുംബങ്ങളെയും നിരവധി രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നു. ആഴ്സനിക് മൂലവും മറ്റു കാരണങ്ങളാലും മലിനമായ ജലം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ക്യാൻസറിനുള്ള പ്രധാന കാരണമാണ്. ഹർ ഘർ ജൽ അഭിയാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെയധികം സഹായിക്കുന്നു. देश के अनेक राज्यों में कैंसर का भी एक बड़ा कारण है। हर घर जल अभियान के इसके द्वारा इस समस्या के समाधान में बहुत मदद मिल रही है। साथियों, ഒന്നുകിൽ ചികിത്സ ലഭ്യമില്ലാത്തതിനാലോ ചെലവേറിയതിനാലോ വളരെ കാലമായി നമ്മുടെ ദരിദ്രർക്കും താഴ്ന്ന ഇടത്തരക്കാർക്കും ആരോഗ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. ദരിദ്രർ ഗുരുതരമായ രോഗത്താൽ കഷ്ടപ്പെടുന്നെങ്കിൽ അവർക്ക് 2 വഴികൾ മാത്രമേ മുൻപുണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കടം വാങ്ങുക, വീടോ സ്ഥലമോ വിൽക്കുക, അല്ലെങ്കിൽ ചികിത്സ എന്ന ആശയം തന്നെ മാറ്റിവെക്കുക. ക്യാൻസർ എന്ന രോഗം, അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും ധൈര്യം നഷ്ടപ്പെടും. ദരിദ്രരെ ഈ ദൂഷിത വലയത്തിൽ നിന്ന് കരകയറ്റാൻ, ഈ ആശങ്ക അകറ്റുവാനായി വില കുറഞ്ഞതും ആക്സസ് ചെയ്യാവുന്നതുമായ ചികിത്സയ്ക്കായി രാജ്യം തുടർച്ചയായ നടപടികൾ കൈക്കൊള്ളുകയാണ്. കാലക്രമേണ ക്യാൻസർ ചികിത്സയ്ക്കുള്ള അവശ്യമരുന്നുകളുടെ വില ഗണ്യമായി കുറഞ്ഞു. ഇപ്പോൾ മൻസുഖ് ഭായ് അത് വിശദമായി പറയുകയായിരുന്നു. പശ്ചിമബംഗാൾ ഉൾപ്പെടെ രാജ്യത്തുടനീളം ആരംഭിച്ച 8000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകളും ശസ്ത്രക്രിയാ വസ്തുക്കളും വളരെ കുറഞ്ഞ നിരക്കിൽ നൽകുന്നു. 50-ലധികം ക്യാൻസർ മരുന്നുകളും ഈ സ്റ്റോറുകളിൽ വളരെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. अभी मनसुख भाई इसका विस्तार से बता भी रहे थे। पश्चिम बंगाल सहित पूरे देश में जो 8000 से ज्यादा जन औषधि केंद्र स्थापित किए गए हैं, उनमें बहुत सस्ते दाम पर दवाइयां और सर्जिकल सामान दिए जा रहे हैं। इन स्टोर्स पर कैंसर की भी 50 से अधिक दवाइयां बहुत कम कीमत पर उपलब्ध है। कैंसर की सस्ती दवाओं को उपलब्ध कराने के लिए विशेष अमृत स्टोर भी देश भर में चल रहे हैं। सरकार का यही सेवा भाव, यही संवेदनशीलता गरीबों को सस्ता इलाज सुनिश्चित करने में मदद कर रहा है। सरकार ने മിതമായ നിരക്കിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക അമൃത് സ്റ്റോറുകളും രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സേവന മനോഭാവവും സർക്കാരിന്റെ ഈ സംവേദനക്ഷമതയും പാവപ്പെട്ടവർക്ക് ചെലവ് കുറഞ്ഞ ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. 500-ലധികം മരുന്നുകളുടെ വില സർക്കാർ നിയന്ത്രിച്ചു. ഇതെല്ലാം വഴി രോഗികൾക്ക് പ്രതിവർഷം 3000 കോടിയിലധികം ലാഭിക്കുന്നു. പൗരന്മാരുടെ പണം ലാഭിക്കുന്നു. കൊറോണറി സെന്ററുകളുടെ വില നിശ്ചയിച്ചതുവഴി ഹൃദ്രോഗികൾക്ക് പ്രതിവർഷം 4500 കോടിയിലധികം രൂപ ലാഭം ലഭിക്കുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ പ്രായമായ അമ്മമാർ, സഹോദരിമാർ, പുരുഷന്മാർ എന്നിവർക്ക് നീ ഇംപ്ലാന്റുകളുടെ ചെലവ് കുറയ്ക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ പ്രയോജനം ലഭിച്ചു. ഇതുമൂലം വയോധികരായ രോഗികൾക്ക് പ്രതിവർഷം 1500 കോടി രൂപ ലാഭിക്കുന്നുണ്ട്. സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രി ദേശീയ ഡയാലിസിസ് പദ്ധതിയുടെ സഹായത്തോടെ
12 ലക്ഷം പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം ലഭിച്ചു. ഇതുകൂടാതെ 520 കോടിയിലധികം രൂപ അവർക്ക് ചെലവിൽ കുറവ് വന്നു. 12 लाख गरीब मरीजों को मुफ्त डायलिसिस की सुविधा मिली है. इससे भी उनके 520 करोड़ रुपए से भी ज्यादा रकम उनकी बचत हुई है. साथियों, ഇന്ന് ആയുഷ്മാൻ ഭാരത് പദ്ധതി താങ്ങാനാവുന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ ആഗോള മാനദണ്ഡമായി മാറുകയാണ്. PMJAY-യുടെ കീഴിൽ രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ 2,60,00,000-ലധികം രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭിച്ചു. ഈ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ 50,000 മുതൽ 60,000 കോടി രൂപ വരെ ഈ രോഗികളുടെ ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. तो इन्हीं मरीजों के अपने इलाज पर 50 से 60 हजार करोड़ रुपए खर्च करने पड़ते. साथियों, आयुष्मान भारत का लाभ 17 लाख से ज्यादा कैंसर के मरीजों को भी हुआ है. 17 ലക്ഷത്തിലധികം ക്യാൻസർ രോഗികൾക്കും ആയുഷ്മാൻ ഭാരതിന്റെ പ്രയോജനം ലഭിച്ചു. കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ സർജറിയോ ആവട്ടെ, ഈ രോഗികൾക്ക് ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. സർക്കാർ ഈ ശ്രമങ്ങൾ നടത്തിയില്ലായിരുന്നെങ്കിൽ എത്ര പാവപ്പെട്ട ജീവിതങ്ങൾ ദുരിതത്തിലാകുമായിരുന്നുവെന്ന് സങ്കൽപ്പിക്കുക. അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ കടത്തിന്റെ വിഷമവൃത്തത്തിൽ അകപ്പെടും. ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സയുടെ ഒരു ഉപാധി മാത്രമല്ല, നേരത്തെയുള്ള രോഗനിർണയം, നേരത്തെയുള്ള ചികിത്സ ഇവയെല്ലാം വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കുന്നു. ക്യാൻസർ പോലുള്ള എല്ലാ ഗുരുതരമായ രോഗങ്ങൾക്കും ഇത് വളരെ ആവശ്യമാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ മിക്ക കേസുകളിലും രോഗം ഭേദമാക്കാനാവാത്ത അവസാന ഘട്ടത്തിലാണ് ക്യാൻസർ കണ്ടെത്തുന്നത്. ഈ പ്രശ്നം മറികടക്കാൻ 30 വയസ്സിന് മുകളിലുള്ള സുഹൃത്തുക്കളിൽ പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ എന്നിവയുടെ പരിശോധനയ്ക്ക് ഊന്നൽ നൽകുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ ഇന്ന് ഇതിൽ വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുന്നു. ബംഗാളിലും 5000-ലധികം ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം 15 കോടിയോളം ആളുകളെ വായിലും സ്തനാർബുദത്തിനും സെർവിക്കൽ ക്യാൻസറിനും പരിശോധന നടത്തി. സ്ക്രീനിംഗിന് ശേഷം രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ചികിത്സിക്കാൻ ഗ്രാമതലത്തിൽ ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. बंगाल में भी ऐसे 5,000 से ज्यादा हेल्थ एंड वेलनेस सेंटर बनाए गए हैं. देश भर में लगभग 15 करोड़ लोगों को ओरल, ब्रेस्ट और सर्वाइकल कैंसर के लिए स्क्रीन किया जा चुका है. स्क्रीनिंग के बाद जिनमें लक्षण दिखते हैं, उनके इलाज के लिए गांव के स्तर पर ही हजारों स्वास्थ्य कर्मियों को विशेष रूप से ट्रेन भी किया गया है. साथियों, നമ്മുടെ ആരോഗ്യമേഖലയാണ് മറ്റൊരു വലിയ വെല്ലുവിളി. ആവശ്യങ്ങളും വിതരണവും തമ്മിലുള്ള വലിയ വിടവ്. അത് ഡോക്ടർമാരായാലും മറ്റാരോഗ്യ വിദഗ്ധരായാലും അല്ലെങ്കിൽ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളായാലും, ഇവിടെയെല്ലാം ആവശ്യത്തിന്റെയും വിതരണത്തിന്റെയും ഈ വിടവ് നികത്താൻ ഇന്ന് രാജ്യം മിഷൻ മോഡിൽ പ്രവർത്തിക്കുന്നു. 2014 വരെ രാജ്യത്ത് ബിരുദാനന്തര ബിരുദ സീറ്റുകളുടെ എണ്ണം 90,000 കഴിഞ്ഞ 7 വർഷത്തിനിടെ 60,000 പുതിയ സീറ്റുകൾ ഇവയിൽ ചേർത്തു. 2014 6 എയിംസ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് രാജ്യം 22 എയിംസുകളുടെ ശക്തമായ ശൃംഖലയിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും കുറഞ്ഞതൊരു മെഡിക്കൽ കോളേജെങ്കിലും ഉണ്ടായിരിക്കണമെന്ന് ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. അർബുദം പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങളിലെല്ലാം സ്ഥാപിക്കുന്നുണ്ട്. कम से कम एक मेडिकल कॉलेज जरूर हो, इसके लिए काम किया जा रहा है. इन सभी संस्थानों में कैंसर जैसी गंभीर बीमारियों के इलाज की सुविधाएं जोड़ी जा रही है.
देश में कैंसर केयर इंफ्रास्ट्रक्चर को मजबूत करने के लिए 19 स्टेट कैंसर इंस्टीट्यूट्स और 20 टर्सरी केयर कैंसर सेंटर्स भी स्वीकृत किए गए हैं। രാജ്യത്ത് ക്യാൻസർ കെയർ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുവാനായി 19 സംസ്ഥാന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 20 ടെർഷ്യറി കെയർ ക്യാൻസർ സെന്ററുകളും അനുവദിച്ചിട്ടുണ്ട്. 30-ലധികം സ്ഥാപനങ്ങളിൽ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു. പശ്ചിമബംഗാളിലും കൊൽക്കത്ത, മുർഷിദാബാദ്, ബർധമാൻ മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ രോഗികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ചികിത്സ ലഭിക്കും. നമ്മുടെ ആരോഗ്യമന്ത്രി മൻസുഖ് ഭായിയും ഇത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് ഡോക്ടർമാരുടെ ലഭ്യതയിൽ വലിയ സ്വാധീനം ചെലുത്തും. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ രാജ്യത്ത് എത്ര ഡോക്ടർമാരുണ്ടായോ അത്ര തന്നെ ഡോക്ടർമാരെയാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്നത്. साथियों, पिछले वर्ष देश में जो 2 बड़े राष्ट्रीय अभियान शुरू किए गए हैं वो भी भारत के हेल्थ सेक्टर को आधुनिक स्वरूप देने में बहुत मदद करेंगे. आयुष्मान भारत डिजिटल हेल्थ मिशन इलाज में देशवासियों की सहूलियत बढ़ाएगा. मेडिकल हिस्ट्री के डिजिटल रिकॉर्ड से इलाज आसान और प्रभावी हो जाएगा. छोटी छोटी बीमारियों के लिए अस्पताल के चक्कर का झंझट कम होगा. കഴിഞ്ഞ വർഷം രാജ്യത്ത് ആരംഭിച്ച 2 വലിയ ദേശീയ ക്യാമ്പയിനുകളും ഇന്ത്യയുടെ ആരോഗ്യമേഖലയെ നവീകരിക്കുന്നതിൽ വളരെയധികം സഹായിക്കും. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ചികിത്സയുടെ മേഖലയിൽ പൗരന്മാരുടെ സൗകര്യം വർദ്ധിപ്പിക്കും. മെഡിക്കൽ ചരിത്രത്തിന്റെ ഡിജിറ്റൽ രേഖകൾ ചികിത്സ എളുപ്പവും ഫലപ്രദമാക്കുകയും ചെറിയ അസുഖങ്ങൾക്കുള്ള ആശുപത്രി സന്ദർശനത്തിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും ചികിത്സയുടെ അധിക ചെലവിൽ നിന്ന് പൗരന്മാരെ രക്ഷിക്കുകയും ചെയ്യും. അതുപോലെ ആയുഷ്മാൻ ഭാരത് ഇൻഫ്രാസ്ട്രക്ചർ മിഷനിൽ നിന്നുള്ള നിർണായക ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ വൻ നഗരങ്ങൾക്കൊപ്പം ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും ലഭ്യമാകും. ഈ പദ്ധതിക്ക് കീഴിൽ പശ്ചിമബംഗാളിലും 5 വർഷത്തിനുള്ളിൽ 2500 കോടി രൂപയിലധികം ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തുടനീളം 100 കണക്കിന് ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതിനും 1000-ഓളം നഗര ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും ഡസൻ കണക്കിന് ജില്ലാ സംയോജിത പബ്ലിക് ഹെൽത്ത് ലാബുകൾ, ജില്ലാ ആശുപത്രികളിൽ 100 കണക്കിന് ക്രിട്ടിക്കൽ കെയർ ബെഡുകളുടെ പുതിയ ശേഷി സൃഷ്ടിക്കുന്നതിനും ഇടയാക്കും. അത്തരം ശ്രമങ്ങളിലൂടെ ഭാവിയിൽ കൊറോണ പോലുള്ള പകർച്ചവ്യാധിയെ മികച്ച രീതിയിൽ നേരിടാൻ നമുക്ക് കഴിയും. ഇന്ത്യയെ ആരോഗ്യകരവും പ്രാപ്തിയുള്ളതുമാക്കാനുള്ള ഈ ക്യാമ്പയിൻ ഇങ്ങനെ തുടരും. എല്ലാ പൗരന്മാരോടും ജാഗ്രത പാലിക്കാനും ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കാനും ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് ആശംസിക്കുന്നു. വളരെയധികം നന്ദി. बहुत बहुत धन्यवाद.